നമസ്കാരം. ഇന്ന് മാർച്ച് 3 ചന്ദ്രഗ്രഹണം. രാവിലെ കുറച്ച് നാഴികകൾ കഴിഞ്ഞാൽ പൂരം നക്ഷത്രം എൻ്റെ നക്ഷത്രമാണ് വരുന്നത്. സാധാരണ പറയും, എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു, കുറേ അമ്മമാർ ഇന്ന് തൻ്റെ നക്ഷത്രമാണ്, ചന്ദ്രഗ്രഹണമാണ്, ശ്രദ്ധിക്കണം, ഫിസിക്കലായിട്ടോ മാനസികമായിട്ടോ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതൊക്കെ ഫലത്തിൽ അനുഭവിക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുമുണ്ട്. ഈ വാർത്ത ആശങ്കയുണ്ടാക്കാനും ചോദ്യങ്ങളുണ്ടാക്കാനും സ്വാഭാവികമായിട്ടുള്ള ഒരു അശുഭ ദിനം, ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ ക്ഷേത്രം അടക്കണം എന്ന് വെച്ചാൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കണമുണ്ട് കേരളത്തിൽ. എന്നിട്ടും ആ ക്ഷേത്രം പെട്ടെന്ന് അടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീർക്കുകയാണ് ആചാരങ്ങളൊക്കെ. ഇതിൽ ശാസ്ത്രീയമായ, ആചാരപരമായ, ഭാരതീയ സംസ്കാരപരമായ, ആത്മീയമായ, ജ്യോതിഷപരമായ കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ സാധിക്കണമെന്നുള്ളതാണ്. ബേസിക്കലി അസ്ട്രോഫിസിക്സും ഒക്കെ കുറച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ള നിലയിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ സ്ഥായിയായ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനും ഒക്കെ ശ്രമിക്കണം. അത് എൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ നേരെ വരിയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ നമ്മൾ ചന്ദ്രൻ സാധാരണഗതിയിൽ കാണാത്ത സമയത്ത് ചന്ദ്രൻ്റെ ഗ്രഹണം മൂലം അത് നമുക്കൊരു ചോപ്പായിട്ട് കാണാൻ സാധിക്കും. അത് സൗത്ത് ഇന്ത്യയിൽ ഈ ഭാഗത്ത് എവിടെ വെച്ച് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. കാരണം സൂര്യൻ നേരിട്ട് ചന്ദ്രനിൽ വന്ന് പതിഞ്ഞ് അതിൻ്റെ ഒരു നിഴൽ നമ്മളിൽ വരുമ്പോൾ ആ ഒരു എഫക്റ്റ്, ചന്ദ്രൻ ചുവപ്പായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സാധനം ചുവപ്പായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് റേഡിയേഷനിലൂടെ വരുമ്പോഴാണ്. അപ്പോൾ അന്തരീക്ഷം വഴി സൂര്യപ്രകാശം വഴി തിരിഞ്ഞ് ചന്ദ്രനിൽ പതിക്കുമ്പോൾ അത് ചുവപ്പ് നിറം കാണുമ്പോൾ അതിൽ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകും. സാധാരണ ആഗോളമായിട്ടുള്ള പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണിത്. മനുഷ്യ ഭക്ഷണത്തിനോ നേരിട്ടുള്ള ശാരീരിക ദോഷമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഒരു ഭാരതീയ സങ്കല്പപ്രകാരം ഇതിനെയൊക്കെ വളരെ ശാസ്ത്രത്തിനും അപ്പുറത്ത് കാണാൻ കഴിവുള്ള കണ്ണുകളിലൂടെ ഫിലോസഫിക്കലായിട്ട്, ദാർശനികമായിട്ട്, സ്പിരിച്വലായിട്ട് കണ്ടിട്ടുള്ളവരാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്താണോ നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ, അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. അത് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ വന്ന് കോൾഡ് വരുമ്പോൾ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ എങ്ങനെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു ഡോക്ടർമാരോടോ ശാസ്ത്രത്തിനോടോ ചോദിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം നമ്മൾ പോയി കാണുന്നത് വേറൊരു സിറ്റുവേഷനിൽ, വേറൊരു ദിവസം, വേറൊരു സമയത്ത്, ഇതിൻ്റെ എഫക്റ്റിന് ശേഷമാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഗർഭിണികൾക്കുള്ള പ്രത്യേകം ശാസ്ത്രീയമായിട്ട് അപകടമുണ്ടാവുന്നൊരു സമയമാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭാരതീയ ശാസ്ത്രം ഇതിന് അശുഭം എന്ന് പറയുമ്പോൾ അശുഭത്തിന് ശാസ്ത്രീയമായിട്ട് എന്താ പറയുക? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എഫക്റ്റ് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. രാഹു കേതുവിൻ്റെ കഥയും ഇതാണ്. രാഹു എന്ന് പറയുന്നത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഈ സൂര്യനെ ഒരു ഷാഡോ വരുന്ന സമയത്ത് രാഹു വിഴുങ്ങുകയാണ് എന്ന് പറയുന്ന സമുദ്രമഥനത്തിൻ്റെ കഥയുമായിട്ട്, അമൃതം കുടിച്ച അസുരൻ്റെ കഥയുമായിട്ട്, വിഷ്ണുവിൻ്റെ ശിരച്ഛേദം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന രാഹുവിൻ്റെ ശരീരഭാഗം കേതുവായിട്ട് മാറിയിട്ടുള്ള കഥകളും ഒക്കെ നമ്മൾ കൂട്ടിക്കലർത്തി പറയുമ്പോൾ നമ്മളെയൊക്കെ കർമ്മത്തിൽ, വിഷ്ണു കർമ്മത്തിൻ്റെ ഭഗവാനാണ്, ഇതിൽ ചെറിയ ഷാഡോ ഉണ്ടാവും. കർമ്മം വേണ്ടതുപോലെ ഫലിക്കില്ല. ഞാൻ ചെയ്തതിൻ്റെ ഫലം അതുപോലെയല്ല എന്നെ കാണുന്നവർ കാണുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും. കേതു എന്ന് പറഞ്ഞാൽ അപകടങ്ങളുടെയും തട്ടിൻ്റെയും മുട്ടിൻ്റെയും ഒക്കെ ഒരു ഭഗവാനും കൂടിയാണ്. ഇത് പലപ്പോഴും അപകടങ്ങളുണ്ടാവാനും, പ്രശ്നങ്ങളുണ്ടാവാനും, ശാരീരികമായ വ്യഥ അനുഭവിക്കാനും, മാനസികമായ വ്യഥ അനുഭവിക്കാനും ഒക്കെ കാരണമാകും എന്ന് ചില സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ കാണാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് ശാസ്ത്രമല്ല, മാത്തമാറ്റിക്സ് ആണ് ശാസ്ത്രം. സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ ആൾക്കാരുടെ എടുത്തിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൽ നിന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവചനങ്ങളാണ്. ഇപ്പോൾ പുരാണ ഭാഷയിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ കാരണം
ഒന്ന് അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തുറന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ അത് പണ്ട് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിനകത്ത് എയർ കണ്ടീഷനിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കില്ല എന്ന് പറയേണ്ടി വരും. ഓരോരോ ആളിലും വ്യത്യസ്തം ഉണ്ടാവുകയും എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. ഗ്രഹണ സമയത്ത് ഭക്ഷണം ഒഴിവാക്കുന്നത് അങ്ങനൊരു ശാസ്ത്രം ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. നമ്മൾ പലതും നല്ലതാണെന്നാണ് പറയാൻ. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരു 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 പുല്ലിൻ്റെ ദളം ഇട്ടത് കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു തരത്തിലുള്ള എനർജി കൺസർവേഷനും റീഡയറക്റ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ കഴിവുണ്ട് എന്നുള്ളതാണ്. താമസിക ശക്തി, സാത്വിക ശക്തി, രാജസിക ശക്തിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നമുക്കറിയാം ചുറ്റുമുള്ളവരിൽ താമസികനാരാണ്, പിന്നെ രാജസികനാരാണ്, സാത്വികനാരാണെന്നൊക്കെ. ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല. ദൈവാരാധന പൊതുവെ സാത്വികനായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സമയങ്ങളിലൊക്കെ രാജസിക താമസിക സ്വഭാവങ്ങൾ വരാനൊക്കെ കാരണമുണ്ട് എന്നാണ്. അതുകൊണ്ടൊരു ശുദ്ധി ആവശ്യമാണ്, ഒരു ആചാരക്രമം ആവശ്യമാണ്, ആത്മീയമായിട്ട് ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പ്രകൃതിയുടെ ഒരു നിഴലിൻ്റെ ഭാവമായിട്ട് അവലോകന സമയത്ത് ജപം, ധ്യാനം, ഗായത്രി മന്ത്രം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, നാമജപം, ഇതൊക്കെ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ, പ്രകാശം പോകുന്ന സമയത്ത് പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ ആത്മീയതയ്ക്ക് അവസരം നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജ്യോതിഷപരമായിട്ട് ചന്ദ്രൻ മനസ്സും ഗ്രഹണം മാനസികമായ ആശങ്കയും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ഫലത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമാവാസി, പൗർണമി ദിവസങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, മാനസികമായ ചഞ്ചാട്ടം ഉണ്ടാവുന്നത്, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവുന്നത്, ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് പലരും ഇന്നത്തെ മെഡിക്കൽ സിസ്റ്റം നമുക്ക് അനുവദിച്ചു തരില്ലെങ്കിലും നമ്മൾ അനുഭവത്തിലൂടെ, സാക്ഷാത് അനുഭവൈർദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് ആചാരം പാലിക്കാം. ശാസ്ത്രീയമായി സുരക്ഷിതയാണെന്ന് തോന്നുന്ന സമയത്ത് അതാണ് പ്രാധാന്യമെങ്കിൽ അങ്ങനെയാവാം. ആത്മീയമായ ധ്യാനത്തിന് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെ പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഗ്രഹണം ദോഷത്തിനല്ല, പ്രകൃതിയുടെ ഒരു ശാസ്ത്രീയ നാടകമാണ്. ഭാരതീയമായ സംസ്കാരം ഇതിനെ കഥയായി പറഞ്ഞു, ആചാരമായി രൂപപ്പെടുത്തി, ആത്മീയമായി അവസരങ്ങൾ ഉണ്ടാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഭയമല്ല, ബോധമാണ് ആവശ്യം. ഇത് നിങ്ങൾക്ക് ചെയ്യണോ? ആകാശത്തേക്ക് നോക്കൂ, ഒരു നിമിഷം മൗനം പാലിക്കൂ, നമസ്കരിക്കൂ, മനസ്സിനെ സംരക്ഷിക്കൂ, പ്രാർത്ഥിക്കൂ എന്നൊക്കെ മാത്രമേ പറയാൻ പറ്റൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.